കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിങ്കൽ അധർമ്മികരായ കൗരവരെ നിഗ്രഹിച്ച ശേഷം ധർമ്മസംസ്ഥാപനം നടത്തി യുധിഷ്ഠിരാദികളായ പാണ്ഡവന്മാർ അതിവിശിഷ്ടമായ രീതിയിൽ ഭാരതരാജ്യം ഭരിച്ചു തുടങ്ങി. ധർമ്മം പുനഃസ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെന്താ വേണ്ടിയാച്ചാല് ധർമ്മത്തെ പരിപാലിക്കണം, ധർമ്മം ഉപദേശിക്കണം. ധർമ്മത്തെ പരിപാലിക്കുന്നതിനായി മഹാപണ്ഡിതന്മാരും സജ്ജനങ്ങളും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ അതിവിശിഷ്ടായിട്ടുള്ള ഇവരുടെ ഉപദേശങ്ങൾ കൊണ്ട് ഭാരതം ശ്രേഷ്ഠ ഭാരതമാവുകയാണ്. അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. ഭാരതം ശ്രേഷ്ഠ ഭാരതമാകണമല്ലോ. അങ്ങനെ ഏറെ കാലത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞ് അവസാനായിരിക്കുന്നു. അവസാനം എന്ന് പറയുമ്പോ എന്താ, കേമാവണല്ലോ. എല്ലാം അങ്ങോട്ട് നന്നായി അവസാനം അങ്ങോട്ട് മോശായാലോ? ഹൈ, വല്ല കാര്യമുണ്ടാ? ഇല്ല. അപ്പോ എല്ലാവരുടെ അവസാനം നന്നാകണമെന്നാണ് ആഗ്രഹം. അവസാനം പ്രയാസായാലേ പിന്നെ വലിയ പ്രയാസാവും. അവസാനം പിന്നെന്താ വേണ്ടിയാച്ചാല് ഈ നേടിയതുകൊണ്ടും വെട്ടിപ്പിടിച്ചോണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് അങ്ങോട്ട് ബോധ്യായില്ലേ? ആവും. അന്നത്തെ കാലത്തെ ആളുകൾക്ക് ജീവിതം മുഴുവൻ യുദ്ധാണ്, വെട്ടിപ്പിടിക്കലാണ്. എന്നാ ജീവിതത്തിന്റെ അവസാനം ഇതുകൊണ്ടൊക്കെ വലിയ കാര്യം ഉണ്ടാന്ന് ബോധ്യമുണ്ടാ? അതും ഇല്ല. അപ്പോ കുറേ ദിവസത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുട്ടികളടക്കമുള്ള എല്ലാ ബന്ധുക്കളെയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഇതൊന്നും ലഭിച്ചിട്ട് യാതൊരു കാര്യമില്ലാന്ന് അങ്ങോട്ട് ബോധ്യായിരിക്കാണ്. അങ്ങനെ ബോധ്യം വന്നു കഴിഞ്ഞാ പിന്നെന്താ പിന്നങ്ങോട്ട് ഇറങ്ങായി. എല്ലാം മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുക. എന്തിനായിട്ടെന്നേ? മഹാപ്രസ്ഥാനത്തിനായിട്ടേ. ഇന്നത്തെ കാലത്തെ ആളുകൾക്കാണെങ്കിലോ മരിക്കണ സമയാച്ചാ നമ്മൾ മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കില്ല. അങ്ങനെ തന്നല്ലേ? അപ്പോ പഞ്ചപാണ്ഡവന്മാരും ദ്രൗപദിയും കൂടി മഹാപ്രസ്ഥാനത്തിന്റെ യാത്ര അങ്ങോട്ട് തുടങ്ങായി. എവിടുന്നാന്നറിയില്ല. കൂടൊരു ശുനകനും കൂടിയിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ. മഹാപണ്ഡിതന്മാരുടെയും സജ്ജനങ്ങളുടെയും കൂടെ കൂടിക്കഴിഞ്ഞ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവർക്ക് പോലും നന്മയേ വരുള്ളൂ. അപ്പോ പഞ്ചപാണ്ഡവന്മാരും ദ്രൗപദിയും കൂടി മഹാപ്രസ്ഥാനത്തിന്റെ യാത്ര അങ്ങോട്ട് തുടങ്ങായി. ഹൈ, ആരെടാ ചിലരൊക്കെ ഇങ്ങോട്ട് വരണുണ്ടല്ലോ. യുധിഷ്ഠിരനാണല്ലോ മുൻപിൽ. കൂടെ നമ്മുടെ ശുനകനും കൂടിയിട്ടുണ്ട്. പുറകിലായിട്ട് ഭീമനും അർജുനനും ഉണ്ടല്ലോ. ബാക്കിയുള്ളവരെ ഒന്നും കാണണില്ല. ബാക്കിയുള്ളവരൊക്കെ എവിടാന്നുണ്ടെങ്കിലേ ഈ മഹാപ്രസ്ഥാനത്തിന്റെ യാത്രക്കിടെ അവരൊക്കെ അവരവരുടെ കാലഗതിയും പ്രാപിച്ചു എന്നർത്ഥം.
ജ്യേഷ്ഠ, വില്ലാളി വീരനായ അർജുനനും വീണു. കളിയിൽ പോലും ഒരു പൊളിവാക്ക് പറയാത്ത നമ്മുടെ അനുജന് ഇത് എന്തു പറ്റി? ധനുർവിദ്യയിൽ അവനെ വെല്ലാൻ ആരുമില്ല എന്നവൻ അഹങ്കരിച്ചു. അതിനാലാണ് അവൻ ആ ഗതി വന്നത്. വീണവരെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് യാത്ര തുടങ്ങാം. ജ്യേഷ്ഠ, എന്റെ കൈകാലുകൾ തളരുന്നു. എനിക്കിനി ഒരു അടി പോലും നടക്കാനാവില്ല. ജ്യേഷ്ഠ, എനിക്കെങ്ങനെ ഈ ഗതി വന്നു? നീ ആവശ്യത്തിലധികം ഭക്ഷിച്ചു. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചില്ല. കൂടാതെ നിന്റെ കരുത്തിലും നീ അഹങ്കരിച്ചു. അതുകൊണ്ടാണ് നിനക്കും ഈ ഗതി വന്നത്. യുധിഷ്ഠിര, ധർമ്മത്തിലൂന്നിയ നിന്റെ ജീവിതം നിനക്ക് സ്വർഗം പ്രാപ്തമാക്കിയിരിക്കുന്നു. ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. നിനക്ക് ഉടലോടെ സ്വർഗത്തിലേക്ക് പോകാം. വരൂ, തേരിലേറൂ. ദേവാ, ഈ യാത്ര ആരംഭിച്ചത് മുതൽ ഈ സാധുമൃഗം എന്നെ അനുഗമിക്കുന്നു. ഇതിനെ ഇവിടെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. മഹാരാജാവേ, അങ്ങയുടെ പ്രിയ സഹോദരന്മാർക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഈ സാധു മൃഗത്തിനുള്ളത്? അവരെ എല്ലാവരെയും അങ്ങ് ഉപേക്ഷിച്ചു, അങ്ങയുടെ പ്രിയ പത്നിയെ പോലും. ഇനി ഈ സാധു മൃഗത്തിനെ കൂടെ ഉപേക്ഷിച്ചാലും? ദേവാ, അവരൊക്കെ സ്വന്തം ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ സാധുമൃഗം ഇപ്പോഴും എന്നെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അതുകൊണ്ട് ഇതിനെ വിട്ടൊഴിയാൻ കഴിയില്ല. മകനെ യുധിഷ്ഠിര, ഈ അവസാന നിമിഷത്തിലും നീ ധർമ്മത്തിൽ ഉറച്ചു നിന്നു. നീ എന്റെ എല്ലാ പരീക്ഷണത്തിലും വിജയിച്ചിരിക്കുന്നു. ഇനി നിനക്ക് ഉടലോടെ സ്വർഗത്തിലേക്ക് പോകാം. വരൂ, ആ തേരിലേറൂ. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രേഷ്ഠ ഭാരതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: തെറ്റു ചെയ്യാത്ത അസുരന്മാരെ നിഗ്രഹിക്കരുത്. വനവാസികളായ ആർത്തന്മാരെ രക്ഷിക്കുകയാണ് വില്ലെടുത്ത വീരന്മാരുടെ ധർമ്മം. ദണ്ഡകവനത്തിൽ വെച്ച് ഇങ്ങനെ രാമനെ ഉപദേശിക്കുന്നത് ആര്? എ. ലക്ഷ്മണൻ, ബി. സുധീഷ്ണൻ, സി. സീത, ഡി. ശരഭംഗമുനി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി സീത. സി സീത. ഓക്കെ, അപ്പൊ സി സീത നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ്വാദശാദിത്യന്മാരും അഷ്ടവസുക്കളും അടങ്ങുന്ന പ്രഖ്യാതരായ മഹത്തുക്കളുടെ മാതാവ് ആര്? എ. ദിതി, ബി. അതിഥി, സി. ധനു, ഡി. കാളിക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ലൈഫ് ലൈൻ വേണോ? ഓക്കെ, നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ള ഓപ്ഷനിലോട്ട് പോവാം. ഹലോ ഹലോ, ഇത് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യദാസ് ആണ് സംസാരിക്കുന്നത്. നമസ്കാരം മാഡം. നമസ്കാരം. 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 താങ്കളുടെ പേരെന്താണ്? ലക്ഷ്മണൻ പിള്ള. ലക്ഷ്മണൻ പിള്ള. അതെ അതെ അതെ. ഓക്കെ, കുട്ടികൾക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അറിയില്ല. ശരി. അപ്പൊ അവർ തന്നെ ചോദ്യം ചോദിക്കും. നോക്കാം മാഡം. ശരി, ചോദിച്ചോളൂ അക്ഷയ്. ദ്വാദശാദിത്യന്മാരും അഷ്ടവസുക്കളും അടങ്ങുന്ന പ്രഖ്യാതരായ മഹത്തുക്കളുടെ മാതാവാര്? എ. ദിതി,
ബി അതിഥി, ആ സി ധനു, ആ ഡി കാളിക. അതിഥി. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം. ബി അതിഥി. താങ്കളുടെ മുത്തശ്ശൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ചോദ്യം ഇതാണ്: പക്ഷി ശ്രേഷ്ഠനായ ജടായുവിന്റെ ജ്യേഷ്ഠ സഹോദരൻ ആര്? എ ഗരുഡൻ, ബി സമ്പാദി, സി ആസ്തികൻ, ഡി ശതപത്രൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി സമ്പാദി. ഓക്കെ, ഓപ്ഷൻ ബി സമ്പാദി. നമുക്ക് ലോക്ക് ചെയ്യാം അല്ലേ? നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണോ. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. തന്നെ ആക്രമിച്ച ജടായുവിനെ വെട്ടിവീഴ്ത്താൻ രാവണൻ ഉപയോഗിച്ച ആയുധം: എ ഗാണ്ഡീവം, ബി ചന്ദ്രഹാസം, സി മഹാചക്രം, ഡി പിനാകം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ചന്ദ്രഹാസം. ഓപ്ഷൻ ബി ചന്ദ്രഹാസം ലോക്ക് ചെയ്യട്ടെ? ഓക്കെ. ഓക്കെ, ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ ബി ചന്ദ്രഹാസം. എന്തൊക്കെ അറിയാം ചന്ദ്രഹാസത്തെ കുറിച്ച്? ചന്ദ്രഹാസം എങ്ങനെയാ അത് രാവണന് കിട്ടിയത്? ശിവൻ കൊടുത്ത ആയുധമാണ് രാവണന്. ആ, ഓക്കെ, നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണോ? ശ്രീകുമാർ സർ. ശിവനും പാർവതിയും തമ്മിൽ പിണങ്ങിയിരിക്കുന്ന ഒരു അവസരത്തിലാണ് രാവണൻ വന്നിട്ട് കൈലാസം എടുത്ത് ഇങ്ങനെ സമ്മാനമാടുകയാണ്. അപ്പോൾ പിണങ്ങിപ്പോയ പാർവതി തിരിച്ച് വീണ്ടും ശിവൻ്റെ അടുത്തേക്ക് വന്ന് ശിവൻ ഇങ്ങനെ ആലിംഗനം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷമായിട്ട് അല്ലേ, അപ്പോൾ അത് പിന്നെ കാലമർത്തിയിട്ട് അപ്പോഴത്തേക്കും പിന്നെ രാവണൻ്റെ കൈ അതിനടിയിലായിപ്പോവും. പിന്നെ അപ്പോൾ സ്തുതിക്കുന്നതാണ് രാവണകൃത ശിവതാണ്ഡവം. അപ്പോൾ സന്തോഷമായിട്ട് കൊടുക്കുന്നതാണ് ശിവൻ. സന്തോഷം കാരണം പാർവതി പിണങ്ങിയിരുന്ന പാർവതി തൻ്റെ വലയത്തിലേക്ക് വരുത്തിയതിനുള്ള സന്തോഷമായിട്ട് ചന്ദ്രഹാസം കൊടുക്കുകയാണ്. വെരി ഗുഡ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ചോദ്യം ഇതാണ്: ബാലിയെ ഭയന്ന് രാജ്യം വിട്ട സുഗ്രീവൻ എവിടെയാണ് താമസം ഉറപ്പിച്ചിരിക്കുന്നത്? എ ദണ്ഡകാരണ്യത്തിൽ, ബി ഋഷ്യമൂകാചലത്തിൽ, സി വിന്ധ്യാചലത്തിൽ, ഡി ഹിമാലയത്തിൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി ഋഷ്യമൂകാചലത്തിൽ. ബി ഋഷ്യമൂകാചലത്തിൽ നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഋഷ്യമൂകാചലത്തിൽ സുഗ്രീവൻ താമസിക്കണത്? മാതംഗ മഹർഷിയുടെ ശാപം ബാലിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു കഥയുണ്ട്. ബാലി ഒരിക്കൽ ദുന്ദുബി എന്ന അസുരനെ വധിക്കുന്നതാണ്. വധിച്ച് അസുരന്റെ തലയോട്ടി വലിച്ചെറിഞ്ഞ ഈ മാതംഗാശ്രമത്തിന്റെ പരിസരത്ത് അശുദ്ധമാവുകയാണ്. മാതംഗ മഹർഷി ബാലിയെ അവിടേക്ക് ആ ഋഷ്യമുഖാചലത്തിൽ പ്രവേശിച്ചാൽ തല പൊട്ടിച്ചെറിച്ച് മരിക്കുമെന്ന് പറയുകയാണ്. പറഞ്ഞ ഉത്തരം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം: കണ്ടിതു ദിവ്യദൃഷ്ട്യാ തണ്ടലർ മകളെ ഞാൻ, ദിവ്യദൃഷ്ടിയാൽ സീതയെ കണ്ടതായി രാമനെ അറിയിക്കുന്നത് ആര്? എ അഗസ്ത്യൻ, ബി ശബരി, സി മാരീചൻ, ഡി കബന്ധൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ശബരി. ഓപ്ഷൻ ബി ശബരി നമുക്ക് ലോക്ക് ചെയ്യാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ശ്രേഷ്ഠ ഭാരതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അധ തൃതീയോധ്യായഃ കർമ്മയോഗഃ. ശ്രീഭഗവാനുവാച: കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരഃ സ ഉച്യതേ. നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിലെ 6-ാമത്തെ ശ്ലോകത്തിൻ്റെ ആശയം: ഇന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങളെന്നും കർമ്മേന്ദ്രിയങ്ങളെന്നും 2ആയി വിഭജിക്കാം. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം ഇവ കർമ്മേന്ദ്രിയങ്ങളും കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി ഇവ ജ്ഞാനേന്ദ്രിയങ്ങളും.
ഒരാൾ വാക്കെന്ന കർമ്മേന്ദ്രിയത്തെ അടക്കി എന്നിരിക്കട്ടെ. അയാൾ മനസ്സുകൊണ്ട് ആരെയെങ്കിലും ദുഷിക്കുന്നുവെങ്കിൽ അത് മിഥ്യാചാരമാണ്. ശരീരത്തെയും ഒപ്പം മനസ്സിനെയും അടക്കി നിർത്താനായാലേ ഉദ്ദേശം സിദ്ധിക്കൂ. ബാഹ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് ഭഗവാൻ പറയുന്നു. കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഏതു സാധാരണക്കാരനും സാധിക്കും. മനസ്സിൽ വിഷയാസക്തി ഉണ്ടായാൽ അത്തരക്കാർ മിഥ്യാചാരനെന്ന് സഞ്ജനങ്ങൾ പറയുന്നു. മിഥ്യാചാരൻ എന്നാൽ കപടചാരൻ, തെറ്റായി ആചരിക്കുന്നവൻ എന്നെല്ലാം അർത്ഥമുണ്ട്. പുറമെ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും മനസ്സിൽ വിഷയാഭിലാഷം തളം കെട്ടി നിൽക്കുകയും ചെയ്താൽ മോക്ഷം ലഭിക്കുകയില്ലെന്നും ഭഗവാൻ പറയുന്നു. വിവേകമില്ലാതെ കർമ്മം വെടിയുന്ന ഒരു മൂഢന്റെ ഹാസ്യചിത്രം ഇവിടെ വരച്ചു കാട്ടുന്നു. ശരീരം ഇളക്കാതിരിക്കുക അഥവാ കർമ്മം ചെയ്യാതിരിക്കുക എന്നത് നമ്മെ എവിടെയും എത്തിക്കുകയില്ല. ശാരീരിക കർമ്മങ്ങൾ വെടിയുന്നതോടൊപ്പം തന്നെ മനസ്സിനെയും ബുദ്ധിയെയും അടക്കി നിർത്താൻ കഴിയില്ലെങ്കിൽ അത്തരമൊരു സാധകന്റെ ആധ്യാത്മിക ഭാവി ശൂന്യവും ഇരുളടഞ്ഞതും ആയി തീരുകയേ ഉള്ളൂ. യഥാർത്ഥ പരിത്യാഗിയാവാനുള്ള ഉപദേശമാണ് പിന്നീട് ഭഗവാൻ നൽകുന്നത്. നന്ദി. ശ്രേഷ്ഠ ഭാരതം എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവുമേ വ്രത ഭർത്താവു തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവുമേ വ്രത ഭർത്താവു തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. ഇത്തം കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കളണിഞ്ഞു കിടക്കുന്നു ഭർത്തൃക്കളെ ഭരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടു കൂടെ ഏറ്റം വിവശയായി വീണിതു ചെന്നു പരാതികെ താരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം. താരയെയും അംഗദനെയും മുൻനിർത്തി ശ്രീരാമൻ്റെ സാന്നിധ്യത്തിൽ സുഗ്രീവൻ ബാലിയുടെ ശവസംസ്കാര കർമ്മങ്ങൾ യഥാവിധി പൂർത്തിയാക്കി. പ്രണാമം പ്രഭു. വളരെയധികം അസ്വസ്ഥനാണല്ലോ അങ്ങ്. എന്താണെന്ന് അറിയിച്ചാലും. ജ്യേഷ്ഠന്റെ വിയോഗം നമ്മെ വളരെയധികം അലട്ടുന്നുണ്ട്. കിഷ്കിന്ധ രാജധാനി അനാഥമായതുപോലെ. അങ്ങ് ആകുലപ്പെടാതിരിക്കൂ. കിഷ്കിന്ധ രാജധാനി ഒരിക്കലും അനാഥമാവുകയില്ല. പ്രഭു, അടിയന് ഒരു അപേക്ഷയുണ്ട്. പറയൂ. പൂജ്യനായ അങ്ങു തന്നെ ഈ രാജ്യത്തെ രക്ഷിച്ചുകൊള്ളണം. ദാസനായ അടിയൻ അങ്ങയുടെ ആജ്ഞകൾ പാലിച്ചുകൊണ്ട് ലക്ഷ്മണനെ പോലെ അവിടുത്തെ പാതാരവിന്ദങ്ങളെ സേവിച്ചുകൊള്ളാം. നീ തന്നെ ഞാൻ, നാം രണ്ടും ഒന്നു തന്നെ. എൻ്റെ ആജ്ഞപ്രകാരം നീ സന്തോഷത്തോടെ പോവുക. രാജ്യാധിപത്യം നിനക്കു തന്നിരിക്കുന്നു. പൂജ്യനായി ചെന്ന് അഭിഷേകം നടത്തുക. ഞാൻ 14 വർഷക്കാലം ഒരു നഗരത്തിലും പോവുകയില്ല. അനുജ. പറഞ്ഞാലും ജ്യേഷ്ഠ. അനുജ, നീ സുഗ്രീവനോടൊപ്പം കിഷ്കിന്ധ രാജധാനിയിൽ ചെന്ന് സുഗ്രീവനെ രാജാവായി അഭിഷേകം ചെയ്യുക. ശരി ജ്യേഷ്ഠ, അങ്ങനെ തന്നെ ആവട്ടെ. സുഗ്രീവ, രാജാവായി അഭിഷിക്തനായതിനു ശേഷം നീ അംഗദനെ യുവരാജാവായി അഭിഷേകം ചെയ്യുക.
ചെന്നഭിഷേകം കഴിക്കനി രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പുരിപ്പൂക്കഭിഷേകവും ചെയ്തു. പൂജനായി ചെന്നഭിഷേകം കഴിക്കനി രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പുരിപ്പൂക്കഭിഷേകവും ചെയ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ലോകാഭിരാമ ജയ ലോകാഭിരാമ ജയ. ശ്രേഷ്ഠ ഭാരതം. മഹാഭാരതത്തിൻ്റെ വിഷയം ധർമ്മമാണ് എന്ന് വാദിക്കുന്നത് KHSS പാലക്കാട്, ഭാരതീയ വിദ്യാഭവൻസ് വിദ്യാമന്ദിർ ഇന്ന് പറയുന്നത് മഹാഭാരതത്തിൻ്റെ വിഷയം അധർമ്മമാണെന്നാണ്. അപ്പോൾ നമുക്ക് സംവാദം തുടങ്ങാം. ഓക്കെ, നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. നമുക്ക് മഹാഭാരതത്തിലുടനീളം നമുക്ക് ധർമ്മം കാണാൻ സാധിക്കും. കൗരവന്മാർ അധർമ്മത്തിലൂടെ കീഴടക്കിയ രാജ്യം ധർമ്മത്തിലൂടെ പാണ്ഡവന്മാർ നേടിയെടുക്കുന്നതാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരു ചെറിയൊരു ആശയം. പാഞ്ചാലിയുടെ ചിരിയാണ് നമുക്ക് ഈ മഹാഭാരത യുദ്ധം വരെ കാരണമെന്ന് പറയാറുണ്ട്. ഈ യുദ്ധം കാരണം ഈ ചിരി കാരണം നമുക്ക് യുദ്ധത്തിൽ അധർമ്മത്തെ നിരാകരിക്കാൻ കഴിഞ്ഞു. ധർമ്മം സംസ്ഥാപിക്കാൻ അതിലൂടെ പാണ്ഡവന്മാർക്ക് കഴിഞ്ഞു. മഹാഭാരത യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു? പാണ്ഡവപക്ഷം എതിർപക്ഷത്തുള്ള മിക്ക മഹാരഥന്മാരെയും വീഴ്ത്തിയത് അധർമ്മത്തിലൂടെയാണ്. ചെറിയ ചെറിയ അധർമ്മങ്ങൾ വലിയൊരു ധർമ്മത്തിലേക്കാണ് വഴി കൊണ്ട് എത്തിക്കുന്നത്. അതായത് ഭീഷ്മരെ ധർമ്മം മാത്രം കൈപിടിക്കുന്ന ഒരാളാണെങ്കിലും നിർഭാഗ്യവശാൽ അധർമ്മത്തിൻ്റെ വഴിയിലാണ് ഭീഷ്മർക്ക് നിൽക്കേണ്ടി വന്നത്. അതിനാലാണ് അദ്ദേഹം ഭീഷ്മർ മരിക്കുമ്പോൾ ധർമ്മമാണ് അവിടെ ജയിക്കുന്നത് പാണ്ഡവന്മാർ. അധർമ്മം എത്രയായാലും അധർമ്മം തന്നെയാണ്. അല്പമായാലും വിഷം തന്നെയല്ലേ? ആണെങ്കിലും പക്ഷെ ദുര്യോധനാദികൾ മരിച്ചാൽ ലോകത്തിന് തന്നെ ധർമ്മമാണ് ഉണ്ടാകുന്നത്. പാണ്ഡവന്മാരാണ് അധികാരത്തിലേറുന്നത്. പാണ്ഡവന്മാർ ദുര്യോധനെ വധിക്കുന്നതും അധർമ്മത്തിലൂടെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ഒരു അധർമ്മം ചെയ്യുന്നതിൽ ഒരു തെറ്റും നമുക്ക് കാണാൻ പറ്റും. ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി അധർമ്മം കാഴ്ചവെക്കുന്നത് തന്നെ അധർമ്മമല്ലേ? അധർമ്മം എങ്ങനെയായാലും അധർമ്മം തന്നെയാണ്. അധർമ്മത്തിന് ഒരു മാറ്റവും വരുന്നില്ല എന്തിനു വേണ്ടിയായാലും. പക്ഷേ അവിടെ ധർമ്മമാണ് നമുക്ക് എപ്പോഴും ജയിക്കേണ്ട ഒരു ഘടകം. അധർമ്മം ജയിച്ചാൽ ഞാൻ ഇടപെടുകയാണ്. എന്തായാലും വിഷയത്തിൽ കൂടുതൽ വസ്തുതകൾ വരണമെന്ന് തന്നെ ഞാൻ എടുത്തു പറയും. ഒരേ ഒരു പോയിന്റ് തന്നെ നമ്മൾ വീണ്ടും പറയുന്നതിൽ നിന്നും മാറിയിട്ട് വസ്തുതകളിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾക്ക് തുടരാം. മഹാഭാരതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത ഉൾപ്പെടുന്ന ഈ മഹാഭാരത അധർമ്മമാണ് എന്ന് പറയാൻ തന്നെ ഒരു ഇതല്ലേ. മഹാഭാരതത്തിൻ്റെ ഏകദേശം എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത അധർമ്മമാണ്. അതായത് ഈ ഭഗവത്ഗീത ധർമ്മമാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് അധർമ്മമാണെന്ന് തോന്നുന്നുണ്ടോ? മഹാഭാരതത്തിൽ പാണ്ഡവ പക്ഷത്തിലുള്ള ആൾക്കാർ എതിർപക്ഷത്തുള്ള മിക്ക മഹാരഥന്മാരെയും തോൽപ്പിക്കുന്നത് അധർമ്മത്തിലൂടെ. അത് നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. അടുത്ത വസ്തുതയിലേക്ക് കടക്കാം. ഇപ്പോൾ തന്നെ മാനസ ഗുരുവായി ആരാധിച്ച ഏകലവ്യൻ്റെ പെരുവിരൽ ദക്ഷിണയായി മേടിച്ച ദ്രോണാചാര്യർ ആചാര്യ കുലത്തിന് തന്നെ അപമാനമാണ്. അങ്ങനെ ഒരു ഗുരുവിനെ എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമോ? അർജുനൻ ഇത്രയും കാലം അർജുനൻ പ്രധാനപ്പെട്ട ശിഷ്യനാണ് എന്നാണ് ദ്രോണരും അർജുനൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഈ അർജുനേക്കാൾ വലിയൊരു വില്ലാളി വീരനുണ്ട് ഈ ലോകത്തിലെന്ന് അർജുനൻ മനസ്സിലായപ്പോൾ അർജുനന് ഒരു ഗുരുവിൽ എങ്ങനെ നമ്മുടെ
ധർമ്മം അർപ്പിക്കണം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഏകലവ്യൻ്റെ പെരുവിരൽ മുറിച്ച് ഗുരുദക്ഷിണയായി നൽകാൻ വേണ്ടി പറഞ്ഞത്. അർജുനനോടുള്ള കൂടുതൽ ഉള്ള ഇഷ്ടം കൊണ്ടാണ് ദ്രോണാചാര്യൻ അങ്ങനെ ചെയ്തത്. അത് മാത്രമല്ല, പിന്നെ അർജുനൻ്റെ ഈ അഹങ്കാരം എപ്പോഴും ഞാനൊരു വില്ലാളി വീരനാണ്, എല്ലാം അറിഞ്ഞവനാണ് ഒരു വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ വിചാരത്തെ മാറ്റുവാൻ വേണ്ടി മാത്രമാണ് ഏകലവ്യൻ്റെ പെരുവിൽ ദക്ഷിണയായി ചോദിച്ചത്. ഏകലവ്യന്റെ പെരുവിരൽ ദക്ഷിണയായി ചോദിച്ചാൽ ഏകലവ്യന് ഒരിക്കലും ഞാൻ ഇവിടെ ഇടപെടുന്നു. ഏകലവ്യന്റെ വിഷയം മാറ്റിവെച്ച് അടുത്ത വസ്തുതയിലേക്ക് കിടക്കാം. ഓക്കെ, 15 സെക്കൻഡ് ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂട്ടിച്ചേർക്കാനുണ്ടോ? 10 സെക്കൻഡ്. ഓക്കെ, ശ്രേഷ്ഠ ഭാരതം വിശ്വത്തിന്റെ മിത്രമായ വിശ്വാമിത്ര മഹർഷി വസിഷ്ഠ മഹർഷിയുടെ സമ്മതത്തോടെ അയോധ്യയിൽ നിന്നും രാമലക്ഷ്മണന്മാരെ ലോക നന്മയ്ക്കായി കൂട്ടിക്കൊണ്ടുപോകുന്നു. കാമരൂപിണിയായ താടകയെ വധിച്ച ശേഷം രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനും സിദ്ധാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. നിരന്തരമായ രാക്ഷസ ശല്യം മൂലം തന്റെ യജ്ഞാദികൾ പൂർത്തീകരിക്കുവാൻ കഴിയാതിരുന്ന വിശ്വാമിത്ര മഹർഷി രാക്ഷസ നിഗ്രഹം ചെയ്ത് യജ്ഞപൂർത്തീകരണം നടത്തുന്നതിന് വേണ്ടിയാണ് രാമലക്ഷ്മണന്മാരെ സിദ്ധാശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. വരൂ ദശരഥകുമാരന്മാരെ, രണ്ടുപേർക്കും സിദ്ധാശ്രമത്തിലേക്ക് സ്വാഗതം. ഇതാണോ അങ്ങയുടെ ആശ്രമ മഹർഷിയെ? പ്രകൃതി രമണീയതയാൽ അനുഗ്രഹീതമാണല്ലോ ഇവിടം. ജ്യേഷ്ഠ, അതാ നോക്കൂ, ആ മാൻകുട്ടി എത്ര സ്വതന്ത്രയും നിർഭയത്തോടെയുമാണ് ആ സിംഹത്തിന് കൂടെ വിഹരിക്കുന്നത്. മഹർഷി, എന്തുകൊണ്ടാണ് ഈ ആശ്രമം സിദ്ധാശ്രമം എന്നറിയപ്പെടുന്നത്? എന്തായാലും പരിപാവനമായൊരു പ്രദേശമാണിതെന്ന് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഉണ്ണി, രാമ, മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനൻ തപസ്സുകൊണ്ട് സിദ്ധി സമ്പാദിച്ച പൂർവാശ്രമ സ്ഥലമാണിത്. ഇവിടെ വച്ചാണ് അതിഥി കശ്യപ ദമ്പതിമാർ ദേവന്മാരുടെ ദുഃഖമകറ്റാൻ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തിയത്. അങ്ങനെ മഹാവിഷ്ണു തന്നെ വാമന രൂപത്തിൽ അതിഥിക്ക് പുത്രനായി ജനിച്ചു. അവർ തപസ് ചെയ്ത ഈ പുണ്യപ്രദേശം സിദ്ധാശ്രമം എന്ന പേരിൽ അറിയപ്പെടണമെന്നും അതിഥി കശ്യപന്മാർ ഭഗവാനോട് പ്രാർത്ഥിച്ചു. അന്നു മുതൽ ഈ പുണ്യപ്രദേശം സിദ്ധാശ്രമം എന്ന പേരിൽ അറിയപ്പെട്ടു വരുന്നു. അങ്ങനെ മഹത്വമേറിയ ഈ ആശ്രമ പ്രദേശത്ത് നടക്കുന്ന യാഗം മുടക്കാൻ രാക്ഷസന്മാരെത്താറുണ്ടെന്നോ? അത്ഭുതമായിരിക്കുന്നല്ലോ. അതേ കുമാര, യജ്ഞവിഘ്നകാരികളായ രാക്ഷസന്മാർ വരുന്നത് ഇവിടേക്ക് തന്നെ. ദുരാചാരികളായ അവരെ വധിക്കേണ്ടതും നിങ്ങൾ ഇവിടെ വച്ചു തന്നെയാണ്. രാമ, ലക്ഷ്മണകുമാര, ഈ പർണശാല എനിക്ക് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നിങ്ങൾക്കും. കാട്ടിലൂടെയുള്ള ദുർഘടമായ യാത്ര ബാലന്മാരായ നിങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. രണ്ടുപേരും അല്പനേരം വിശ്രമിച്ചാലും. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്ദേവം ഭൂമിപാലകവൃത്തി കൈക്കൊണ്ടുവാണിടിനാൻ. ചേതസ വിചാരിച്ചു കാൺകിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനറിയുന്നോ.
തന്നിലല്ലില്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതൊരാത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം. മഹർഷി, അങ്ങ് ഇന്നു തന്നെ യാഗദീക്ഷ തുടങ്ങിയാലും അങ്ങയുടെ യജ്ഞത്തിന് യാതൊരു തടസ്സവും വരാതെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം. അങ്ങയുടെ വാക്കുകൾ പോലെ ഈ സിദ്ധാശ്രമ യാഗമന്ത്രധ്വനികളാൽ മുഖരിതമായി സിദ്ധമായി തീരട്ടെ. അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നധാതമം അഗ്നിഃ പൂർവേഭിർഋഷിഭിരീഡ്യോ നൂതനൈരുതാ സദേവം മഹർഷിയെ, എപ്പോഴാണ് ആ രാക്ഷസന്മാർ വരിക? ഏതെല്ലാം സമയങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അനുജ ലക്ഷ്മണ, അദ്ദേഹം ദീക്ഷയിലാണ്. ഇന്നു മുതൽ 6 ദിവസത്തേക്ക് അദ്ദേഹം മൗനവ്രതത്തിലാണ്. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ അതീവ ജാഗ്രതയോടെ ഇരിക്കണം. ശരി ജ്യേഷ്ഠ. താമ്മ ആവഹജാതവേദോ ലക്ഷ്മീമനപഗാമിനീം യസ്യാം ഹിരണ്യം വിന്ദേയംഗാമശ്വം പുരുഷാനഹം സ്വാഹ. കാലചക്രത്തിന്റെ 5 നാളുകൾ അടർന്ന് ഭൂതകാലത്തിലേക്ക് മറഞ്ഞു. വിശ്വാമിത്ര മഹർഷി യാഗം ആരംഭിച്ചിട്ട് 6ാമത്തെ ദിവസം. ഈ വിശ്വാമിത്രൻ നമ്മളെ കബളിപ്പിച്ച് പിന്നെയും യാഗം നടത്താമെന്നാണ് വ്യാമോഹിക്കുന്നത്. ഇത് വെറുതെയാണെന്ന് ഈ മഹർഷിക്ക് ഇനിയും മനസ്സിലായില്ലേ? ഈ മഹർഷിമാരെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. സുബാഹു, ഇത്തവണ വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്നത് 2 കിളിന്ത് ബാലകന്മാരെ. ഈ കിളിന്ത് ബാലന്മാർ ഇന്ന് നമ്മുടെ ആഹാരമാകും. ലക്ഷ്മണ, മാംസഭക്ഷകരായ ഈ രാക്ഷസന്മാരെ നോക്കൂ. കൊടും കാറ്റ് മേഘത്തെ പറപ്പിക്കുന്നത് പോലെ ഈ ദുർവൃത്തന്മാരെ മാനവാസ്ത്രം കൊണ്ട് ഞാൻ പറപ്പിക്കാം. ആ രാക്ഷസൻ വധിക്കപ്പെട്ടോ ജ്യേഷ്ഠ? ഇല്ല ലക്ഷ്മണ, മാനവാസ്ത്രത്തിന്റെ മഹത്വമാണിത്. മാരീചനെ 100 യോജന ദൂരത്തേക്ക് തെറിപ്പിച്ചതല്ലാതെ നിഗ്രഹിച്ചിട്ടില്ല. അവനിപ്പോൾ സമുദ്രമധ്യത്തിൽ ചെന്ന് പതിച്ചിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യുവാനും അറപ്പില്ലാത്ത ഈ സുബാഹുവിനെ കൊല്ലുന്നത് കാണൂ ലക്ഷ്മണ. ഹേ രാക്ഷസ, നേരിടു നമ്മുടെ ഈ അഗ്നേയാസ്ത്രത്തെ.
രക്ഷിക്കണേ! ഓ, രക്ഷിക്കണേ! ശ്രീരാമചന്ദ്ര പ്രഭു, അങ്ങയുടെ പ്രഭാവത്തിൽ അറിയാതെ ചെയ്തു പോയതാണ്. എന്നോട് ക്ഷമിക്കണം. ഇനിയുള്ള കാലത്തിൽ അങ്ങയുടെ പാദഭക്തി മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നോട് ക്ഷമിക്കണം, ക്ഷമിക്കണം. ഭൂസ്വാഹ ഭുവസ്വാഹ സ്വസ്വാഹ ഭൂർഭുവസ്വസ്വാഹ അഗ്നയേ സ്വാഹ. ഉണ്ണി, രാമ, മഹാബാഹുവായ അങ്ങ് ഗുരുവാക്യത്തെ അക്ഷരം പ്രതി അനുഷ്ഠിച്ചു. അങ്ങ് ഈ സിദ്ധാശ്രമത്തിന്റെ പേര് അന്വർത്ഥമാക്കിയിരിക്കുന്നു. ഞാൻ അത്യധികം കൃതാർത്ഥനായി. അമൃത വിദ്യാലയം പന്തളം, നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യം: ജരിത എന്ന ശാർംഗപക്ഷിക്ക് മന്ദപാലനിൽ എത്ര കുഞ്ഞുങ്ങൾ ജനിച്ചു? 4. ശരി ഉത്തരം. കുന്തിയുടെ യഥാർത്ഥ നാമം എന്ത്? ഏതാണ്? പൃഥ. ശരി ഉത്തരം. ദ്രോണാചാര്യരുടെ പിതാവ് ആരാണ്? ദ്രോണാചാര്യന്റെ പിതാവ് ഭരദ്വാജൻ. ശരി ഉത്തരം. സുദേഷ്ണ ആരുടെ പത്നിയായിരുന്നു? കൽമഷപാതന്റെ. ശരി ഉത്തരം. സൗഭദ്രം എന്ന തീർത്ഥത്തിൽ മുതലയായി ജീവിച്ചിരുന്നത് ആരായിരുന്നു? വർഗ. ഓക്കെ, ശരി ഉത്തരം. എത്ര ദിവസം കൊണ്ടാണ് ഖാണ്ഡവദഹനം നടന്നത്? 15. ശരി ഉത്തരം. സുന്ദോപസുന്ദന്മാർ ആരുടെ വംശത്തിലാണ് ജനിച്ചത്? ഹിരണ്യകശിപുവിന്റെ. ശരി ഉത്തരം. അർജുനനുമായി യുദ്ധത്തിൽ പരാജയപ്പെട്ട ശേഷം അങ്കാരപർണൻ എന്ത് നാമമാണ് സ്വീകരിച്ചത്? ചിത്രരഥൻ. ശരി ഉത്തരം. ഇണചേരുന്ന സമയത്ത് നീ മരിക്കട്ടെ എന്ന് പാണ്ഡുവിനെ ശപിച്ച മഹർഷി ആരാണ്? കിന്തമൻ. ശരി ഉത്തരം. ദ്രോണരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ ആരായിരുന്നു? അർജുനൻ. ശരി ഉത്തരം. തനിക്ക് 100 പുത്രന്മാർ വേണമെന്ന് വരം ഗാന്ധാരി ആരോടാണ് ആവശ്യപ്പെട്ടത്? പരമശിവനോട്. വേദവ്യാസനോടും പരമശിവനോടും ചോദിച്ചിരുന്നു. ആരോടാണ് ചോദിച്ചത്? രണ്ടുപേരോടും ചോദിച്ചിരുന്നു. ഏത് വേണമെന്ന് ഗാന്ധാരി ആരോടാണ് ആവശ്യപ്പെട്ടതെന്നുള്ളത്? വേദവ്യാസൻ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ശരി ഉത്തരം. ഭീമന് പാഞ്ചാലിയിലുണ്ടായ പുത്രൻ ആരാ? സമയം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, 11 ചോദ്യങ്ങളാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത്. 11-ൽ 11 ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. വളരെ നല്ല പെർഫോമൻസ്. 110 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓം അമൃതേശ്വരി നമഃ. ശ്രീ ഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത്തെ ഏതദ്യോ വേത്തി തം പ്രാഹുഃ ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ 2-ാമത്തെ ശ്ലോകമാണ് ഇത്. ഹേ കൗന്ദേയ, ഈ ശരീരത്തെ ക്ഷേത്രമെന്ന് പറയുന്നു. ആരാണോ ഈ ക്ഷേത്രത്തെ വ്യക്തമായി അറിയുന്നത് അവരാണ് ക്ഷേത്രജ്ഞൻ. ശരീരമാണ് ക്ഷേത്രം. ശീര്യതേ ഇതി ശരീരഃ. നശിക്കുന്നത് കൊണ്ടാണ് ഇതിന് ശരീരം എന്ന് പറയുന്നത്. ജന്മം, ജര, മരണം ഈ ക്ലേശങ്ങൾ പരമ്പരയാൽ സംഭവിക്കുന്നതാണ്. ഇതിൽ നിന്ന് ജീവനെ മുക്തനാക്കണം. അതിനെന്താ വേണ്ടത്? അവശ്യം വേണ്ട ആത്മവിദ്യ സമ്പാദിക്കാൻ നമുക്ക് ഈ ശരീരം കൊണ്ടേ കഴിയൂ. ശരീരം കാണാൻ പറ്റുന്നതാണ്, എന്നാൽ നശിക്കുന്നതാണ്. അതുകൊണ്ട് ജഡമെന്നും വിളിക്കും. ഈ ശരീരത്തെ അറിയുന്ന ചേതനയാണ് ആത്മാവ്. ശരീരാണെങ്കിലോ അനേകമുണ്ട്, എന്നാൽ ആത്മാവ് ഒന്നേ ഉള്ളൂ. എങ്ങനെ വെച്ചാൽ വൈദ്യുതി ഒന്നല്ലേ ഉള്ളൂ. വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന മിക്സി, ഗ്രൈൻഡർ, ഫാന്, AC, ലൈറ്റ്, കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപാധികൾ എത്രയാ? അപ്പോ ആത്മാവും ശരീരവും രണ്ടാണ്, ഒന്നല്ല. അപ്പോ ജീവന് താമസിക്കാൻ പറ്റിയ ഇടമാണ് ശരീരം. അതുകൊണ്ടാണ് ശരീരത്തെ സംരക്ഷിക്കണമെന്ന് പറയുന്നത്.
ശിവഭഗവാൻ പാർവതി ദേവിക്ക് തന്നെ ഉപദേശിക്കുന്നുണ്ടല്ലോ, ശരീരമാധ്യം ഗലു ധർമ്മ സാധനം, കൃമിയായി പുഴുവായി ഇഴയുന്ന ജന്തുക്കൾ പലതായി, പറവകൾ മൃഗവുമായി. ഈശ്വര കൃപയാൽ നമുക്കിന്ന് ഒരു മനുഷ്യ ശരീരം കിട്ടി. ആ ശക്തിയാണ് എല്ലാം നയിക്കുന്നത്. ഈശ്വരന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ശരീരം ശരിയായി വിനിയോഗിച്ചില്ലെങ്കിൽ, അതായത് അഹങ്കാരവും സ്വാർത്ഥതയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അത് പ്രാരാബ്ധാവല്യുള്ളൂ. നമ്മൾ വിനയം ശീലിക്കണം. സത്യം, ധർമ്മം, ക്ഷമ, വിവേകം, അനുസരണ ഇവയൊക്കെ നമ്മുടെ ഈ മനുഷ്യ ശരീരം കൊണ്ട് ആർജിച്ചെടുക്കേണ്ടതാണ്. സ്നേഹവും കാരുണ്യവും ഒത്തിണങ്ങിയ ഒരു മനുഷ്യ ശരീരമാക്കി മാറ്റണം. അങ്ങനെയുള്ളവരെയല്ലേ നമ്മൾ കൂടുതൽ ആദരിക്കും, ബഹുമാനിക്കും, സ്നേഹിക്കുകയൊക്കെ ചെയ്യുക. ഇത് മനസ്സിലാക്കാൻ അമ്പൂട്ടി മുന്നിക്ക് പറഞ്ഞു തന്നൊരു കഥ മുന്നി പറയാം. വിശ്വാമിത്ര മഹർഷി വലിയൊരു തപസ്യാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. വസിഷ്ഠ മഹർഷിയേക്കാൾ കേവലായി തീരണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷേ എല്ലാവരും വസിഷ്ഠ മഹർഷിയെയാണ് ആദരിക്കുന്നത്. ഇതിന്റെ കാരണം വിശ്വാമിത്ര മഹർഷിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവണമില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് ദേഷ്യവും അമർഷവും അസൂയയും കൊണ്ടൊക്കെ കലുഷ്യമായി. ബ്രഹ്മാവിനെ കണ്ട സംശയം തീർക്കാമെന്ന് കരുതി അങ്ങനെ ബ്രഹ്മാവിന്റെ അടുത്ത് പോയി ചോദിച്ചു, ഞാൻ എത്രയോ കാലം കഠിന തപസ് അനുഷ്ഠിച്ചു, തപശക്തി കൊണ്ട് മാത്രം ത്രിശങ്കു സ്വർഗം സൃഷ്ടിച്ചില്ലേ ഞാൻ, എന്നിട്ടും എല്ലാവരും എന്താ വസിഷ്ഠനെ മാത്രം ആദരിക്കാൻ കാരണം? ബ്രഹ്മാവ് ഒന്ന് പുഞ്ചിരിച്ചു. അദ്ദേഹത്തെ വിശ്വാമിത്ര മഹർഷിയും കൂട്ടി ബ്രഹ്മാവ് അനന്തന്റെ അടുത്തെത്തി. കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ അനന്തൻ പറഞ്ഞു, ഞാൻ ഭൂമിയുടെ ഭാരം താങ്ങി താങ്ങി തളർന്നിരിക്കുകയാണ്. സ്വൽപ്പ നേരത്തേക്ക് ഈ ഭൂമിയെ ഒന്ന് താങ്ങൂ. ഇത് കേട്ടതും വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഭൂമി എടുക്കണത് എനിക്കൊരു പുൽക്കൂടി പൊക്കണ പോലെയുള്ളൂ. അങ്ങനെ ഭൂമി വാങ്ങാൻ അടുത്ത് ചെന്നതേ ഉള്ളൂ. ഭാരം താങ്ങാനാവാതെ വിശ്വാമിത്ര മഹർഷി ബോധം വിട്ടു വീണു. കുറച്ചു കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞു. എന്നിട്ട് വസിഷ്ഠ മഹർഷിയോട് വിശ്വാമിത്ര മഹർഷിയുടെ മുൻപിൽ വെച്ചിട്ട് തന്നെ ഭൂമിയെ താങ്ങാൻ ആവശ്യപ്പെട്ടു. അപ്പൊ വസിഷ്ഠ മഹർഷി പ്രാർത്ഥിച്ചു, ഏതൊരു ശക്തി കൊണ്ടാണോ ഞാൻ ജീവിക്കുന്നത്, എന്നെ നയിക്കുന്നത്, എന്നെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത്, ആ ശക്തി തന്നെ ഈ ഭൂമിയും താങ്ങണേ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ യാതൊരു വിഷമവും കൂടാതെ ഭൂമിയെ താങ്ങാൻ വസിഷ്ഠ മഹർഷിക്ക് കഴിഞ്ഞു. അത് കണ്ടപ്പോ വിശ്വാമിത്ര മഹർഷി എന്നെ അന്താളിച്ചു പോയി. അപ്പൊ അനന്തൻ പറഞ്ഞു, വിശ്വാമിത്ര, തപശക്തിയിൽ അങ്ങ് ആർക്കും പിന്നിലല്ല, പക്ഷേ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമുണ്ട്. എന്നാൽ വസിഷ്ഠനാകട്ടെ എല്ലാം ഈശ്വരനാണ് ചെയ്യുന്നതും ചെയ്യിക്കുന്നതും എന്ന മനോഭാവത്തോടെയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് വസിഷ്ഠ മഹർഷിയുടെ മഹത്വം. ഈ മഹത്വം, വിനയം നേടിയെടുക്കാൻ ഗുരുകൃപയ്ക്കായി നമുക്ക് ഒരുമിച്ച് അമ്പൂറ്റമ്മോട് പ്രാർത്ഥിക്കാം. ഓം അമൃതേശ്വരി നമഃ.